എല്ലാവർക്കും നാഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചിക്കൻ മസാല വറുത്തരച്ച കറിയാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇത്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ആദ്യം വറുക്കാൻ ആവശ്യമായ സാധനം നോക്കാം. തേങ്ങ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം. പിന്നെ കായമുളക് ഒരു 10 മുതൽ 15 വരെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ 4-5 ഏലക്കായ്, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 5 ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, അതായത് പെരിഞ്ജീരകം. പിന്നെ കറി വെക്കാൻ വേണ്ടത് ചിക്കന് 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ട് ചതച്ച് വെച്ചത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതം. പിന്നെ പച്ചമുളക് 5 എണ്ണം, കറിവേപ്പില ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. തക്കാളി 2 തക്കാളി ചെറുതായി അരിഞ്ഞത്. പിന്നെ പൊടികൾ നമുക്ക് വേണ്ടത് പെപ്പർ പൗഡർ വേണം 1 ടീസ്പൂൺ, അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കടുക് ഒരു ടീസ്പൂൺ മതി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെളിച്ചെണ്ണ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. തേങ്ങ നമ്മൾ എണ്ണ ഒന്നും ചേർക്കാണ്ട് തേങ്ങയിലേക്ക് പിന്നെ കായ്മുളകും കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ജീരകം, വലിയ ജീരകം 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കുക. തീരെ ഓയിൽ ചേർക്കണ്ട, ഓയിലില്ലാണ്ട് ഡ്രൈ ആയിട്ട് നല്ല ഇതേപോലെ വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം മിക്സിയിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുക. ഇനി നല്ല ചൂടുകട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കാം. അതിലേക്ക് 4-5 കായ്മുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് അത് 2 വീതം ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റണം കേട്ടോ. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതും നല്ല പച്ചമുളകിൻ്റെ ആ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റാം. പക്ഷെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച മിക്സി കഴുകിയിട്ട് ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. വെള്ളം എരിവൊക്കെ നിങ്ങളെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. മാക്സിമം റെസിപ്പി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.